പാലക്കാട് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പണം നൽകി വോട്ട് പിടിക്കുന്നു എന്നുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. ആ വാർത്ത ഇപ്പോൾ വലിയ തരത്തിൽ വലിയ ചർച്ചയാവുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടെയായിട്ടുള്ള NMR നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിലിപ്പം LDFും പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്പം തന്നെ പരാതി കുറച്ച് മുന്നേ തന്നെ മെയിൽ അയച്ചിരുന്നു. ഇപ്പോൾ കളക്ടറെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. രണ്ട് പരാതിയാണ് ഞാൻ കൊടുത്തത്. ഒന്ന്, എനിക്ക് അനുകൂലം എന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അത് നല്ലതില്ലാത്തൊരു വീഡിയോ ആണ്. മതപരമായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ആരോ എതിരാളികൾ ചെയ്യുന്ന പണിയാണ്. അതിനെതിരായിട്ട് നിയമ നടപടിക്കായി പരാതി കൊടുത്തിട്ടുണ്ട്. വ്യാജ വീഡിയോ ആണ്, നമ്മളുടെ അല്ല, വേറെ ആരോ അത് ചെയ്ത് അയക്കുന്നൊരു വീഡിയോ ആണ്. രണ്ടാമത്തത് ഈ പറയുന്ന കണ്ണാടി സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്. ആ കണ്ണാടി സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കളക്ടർ FIR ഇടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തായിട്ട് അറിയിച്ചിരുന്നു. ഈ ആളുകൾ ഈ പണം നൽകി വോട്ട് വാങ്ങുക എന്നുള്ളത് അത് ഈ ഇലക്ഷൻ കാലത്ത് ഉചിതമായൊരു ജനാധിപത്യത്തിന് കൊലയ്ക്ക് കൊടുക്കുകയല്ലേ. ജനാധിപത്യ സംവിധാനത്തിൽ പാരിതോഷികം കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന് പറയുന്നത് എത്ര മോശമായ കാര്യമാണ്. ഇതൊരു ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ BJP. അതിനെതിരായിട്ട് ഉള്ള പ്രതികരണം പാലക്കാടൻ ജനത നൽകുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം പ്രബുദ്ധരാണ് പാലക്കാട്ടിലെ വോട്ടർമാർ. പാലക്കാട്ടെ വോട്ടർമാരെങ്ങനെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രബുദ്ധരാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനാധിപത്യ സംവിധാനങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. ജനം തക്കതായ മറുപടി കൊടുക്കും. ഏതായാലും ഇപ്പം അതിന് ഈ ശോഭാ സുരേന്ദ്രൻ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ UDF പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFും ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF നേതാക്കളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1, പാലക്കാട്.